അല്ല, മാഷപ്പ വന്നു. ടീച്ചർ എന്താ ഇവിടെ? ഇതാണ് എന്റെ വീട്. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ ന്യൂമോണിയ കാരണം ചാർജ് എടുത്തിട്ടില്ലെന്ന് അറിഞ്ഞു. സുഖായോ? ആയി വരുന്നു. വരൂ, അകത്ത് കയറിയിട്ട് പോവാ. ഞങ്ങൾ ഒരുമിച്ച് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിരുന്ന. വരൂന്നേ. പിന്നീട് ഒരിക്കലാ ബസ്സിൽ വരുമ്പോ മാഷ് ഒരു ബന്ധുവിനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞ മാഷ് ഇവിടുത്തെ സ്റ്റേഷനിലാണെന്ന്. ന്യൂമോണിയ എന്ന് പറഞ്ഞ് ഞാനൊരു കത്ത് അയച്ചിരുന്നു. കിട്ടിയോ? കത്തോ? ഇല്ല. പിന്നെ ടീച്ചറെ, ഞാൻ SI ആണെന്നുള്ള കാര്യം ആരോടും പറയരുത്. എന്താ പ്രശ്നം? മോനെ മോനെ മോഹൻദാസ, അയ്യോ വയസ്സുകാലത്ത് അച്ഛനെ ഓടിക്കല്ലേടാ. വയസ്സുകാലത്ത് ശേഷം പേരിട്ട് ഓടിച്ചു. എടാ, ഞാൻ നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വന്നല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഒന്നവിടെ നിക്ക്. തോറ്റു ഇവനെ കൊണ്ട്. ഓ ഓ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു. നിനക്ക് ന്യൂമോണിയ ആണല്ലേ? അവിടെ ഇവിടെ ആളുകൾ നോക്കണച്ചാ. നോക്കട്ടാ, ഈ ലോകം മുഴുവൻ കാണട്ടെ. ഒരച്ഛന്റെ ദുഃഖം എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. നീ യൂണിഫോം സ്റ്റേഷനിലേക്ക് പോവാ. അയ്യോ അച്ഛാ, ഇത് നമ്മുടെ നാട് പോലെ അല്ലച്ചാ. ആളുകൾ ഉണ്ടാ നാണക്കേടാച്ചാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നീ ചാർജ് എടുക്കുന്നുണ്ടോ ഇല്ലയോ? ഈ സ്റ്റേഷനിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമില്ല. ഇല്ലേ? ഇല്ല. തീർച്ചയാണോ? തീർച്ചയാണ്. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പായിട്ടും തീർച്ചയാണോ? തീർച്ചയായിട്ടും ഉറപ്പാണ്. എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് കാര്യമില്ല. ദൈവമേ, ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. കയറോടെ കയറോടെ കയറോടെ. ഇവിടെ കെട്ടി തൂങ്ങിച്ചാവാൻ പറ്റി കയറ് കിട്ടുമോ? ഉണ്ടല്ലോ. മരിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ ഈ കയറെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കയറുകൊണ്ട് ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ വാടക എടുത്തിരിക്കുന്ന വീടാ. മരിക്കണമെങ്കിൽ വേറെ ഉത്തരം നോക്കിക്കോളൂ. പറ്റിയ അയ്യോ അച്ഛൻ തൂങ്ങിച്ചാണ്ട. ഞാൻ ചാർജ് എടുക്കാം. നീ ചാർജ് എടുക്കുവോ? എടുക്കാം. ഇന്നെടുക്കുവോ? നാളെ എടുത്താ പോരെ. അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ. എന്നാ യൂണിഫോം